എങ്ങോട്ടാ രാവിലെ തന്നെ കഴിവേറി? ടൗൺ വരെ 11 മണിക്കാ പ്രതിഷേധ മാർച്ച്. കവലയെല്ലാം എത്തിക്കോണം. എന്നെ കൊണ്ടൊന്നും വയ്യ, വെയിലത്ത് ഉണ്ടാക്കിക്കൊണ്ട്. ആഹാ, നീ വിചാരിച്ചോണക്ക് ഉണ്ടാക്കണമെങ്കിലോ നീ ആദ്യം ഒരു ജോലി ഉണ്ടാക്കുക, എന്നിട്ട് കുറച്ച് കാശ് ഉണ്ടാക്ക്, എന്നിട്ട് നീ എന്നെ ഉണ്ടാക്ക്. കാശിന്റെ കാര്യമൊന്നും മാമൻ അധികം പറയല്ലേ, എന്റെ അച്ഛനെ പറ്റിച്ചുണ്ടാക്കിയല്ലേ ഇതൊക്കെ. മോനെ, പെങ്ങടെ മോനെ, നായിന്റെ മോനെ പറ്റിച്ചോണ്ട എന്നെ എടുക്കാട്ടോ. ഞാനും മാമനെ സമയം പോലെ പറ്റിച്ചോളാം. ഡേ നീ ആ വയനാടൻ പുല്ല് കഞ്ചാവാണെന്ന് പറഞ്ഞ് ഉണക്കി വിറ്റ് ജയിലിൽ പോയ ഉനീസല്ലേ നീ? ജയിലിൽ അടിയാടേ? ഇല്ല, എന്നെ പറഞ്ഞു വിട്ട്. എന്തിന്? വയനാടൻ പുല്ല് ഉണക്കിയിട്ട് തന്നെ ശിക്ഷിക്കാൻ ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പില്ലല്ലോ. നാടിനും വീടിനും ഉപകാരമില്ലാത്തമാരെ പിടി ജയിലടയ്ക്കുന്ന നിയമം പറഞ്ഞു. നിനക്കൊന്നും പണിയൊന്നും ഇല്ലായിരുന്നടാ. ഇവനുള്ളതിനെ കൊണ്ട് എനിക്കാണ് പണി. ചെലവിന് കൊടുക്കുന്ന എന്നോട് ചെലയ്ക്കുന്നു ഇവൻ. എന്റെ പൊന്നമ്മാവ, ഞാൻ ചാതിക്ക് വന്നോളാ. എങ്ങനെ സഹിക്കുന്നടാ ഈ കട്ടപ്പൊമ്മനെ? ജയിലിൽ ഇതിനേക്കാളും സമാധാനമാണ് കേട്ടോ. പിന്നെ ജയിലിൽ എന്തോന്ന് സുഖം. എടാ ശരിക്കും സുഖമാടാ. നീ ഇത് ശരിയാക്കിയില്ല, ഇത് പോകും. എടാ ശരിക്കും സുഖമാടാ. തിങ്കളാഴ്ച ചിക്കൻ, ചൊവ്വാഴ്ച മട്ടൻ, ബുധനാഴ്ച ബീഫ്. ഒരു ദിവസേ ഇത്രയും വലിയ പീസ് മന്തിക്കേ ഒന്നും ഉണ്ടിക്കേ. എന്നാലും എന്നാലും ഇവിടെ ഇപ്പൊ ഒരു ദിവസം എത്ര രൂപ കൂലി കിട്ടുന്നേ? 700 800. അപ്പൊ ചെലവും കഴിഞ്ഞാൽ 400 രൂപ കൈ കാണും. എന്നാലേ അവിടെ ഒരു ദിവസം 600 രൂപ കൂലി. ഇങ്ങ് വന്നേ നീ. ഇതേ ഇത് കണ്ട, ഇന്നലെ വാങ്ങിയതാ. ഏതെങ്കിലും ഒരു തന്നെ കൈവാക്കിന് കിട്ടിയാലേ തലമണ്ട അടിച്ചു പിടിച്ചിട്ട് പിന്നെയും ജയിലിലേക്ക് പോവാൻ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കിടന്ന് ഈ കാശില്ലാതെ കിടന്ന് കട്ടനടിക്കുന്നല്ലേ നല്ലത്. ജയിലിൽ പോയി 3 നേരം മട്ടൻ അടിക്കുന്നല്ലേ ഏത്? ഇവനോട് പോയി ഇവനെ കാണണ്ടായടാ. എന്റെ ചെക്കന് പച്ചവെള്ളം കൊടുത്താ ഉച്ചക്ക് ഞാൻ അടിക്കും. മാമ വന്നാ നീ കഴിഞ്ഞ അതിന്റെ ഊര് കണ്ടല് കഴിഞ്ഞ ജാതിക്കോടാ തെണ്ടി. ഹലോ, പോലീസ് സ്റ്റേഷൻ.